തെലങ്കാനയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവധി അനുവദിക്കുന്നില്ലെന്ന് പരാതി. തെലങ്കാന സിദ്ദിപ്പേട്ടിലെ RVM കോളേജിലെ 400-ലധികം വരുന്ന മലയാളി വിദ്യാർത്ഥികളാണ് ദുരിതമനുഭവിക്കുന്നത്. സ്വഭാവ സർട്ടിഫിക്കറ്റും ഇന്റേണൽ മാർക്കും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾ 24-നോട് പറഞ്ഞു. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇവിടെ ഫോൺ സബ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫോൺ മിസ്സായി കഴിഞ്ഞിട്ട് അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരൊരു ലെറ്റർ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ അവരിപ്പോ പറയാണ് ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ ഫോണിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന്. അത് മാത്രമല്ല ഞങ്ങൾ ഫോൺ ഇപ്പം ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഫോൺ സബ്മിറ്റ് ചെയ്യലാന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ ഇന്റേണൽ മാർക്ക്, ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മാർക്ക് വെച്ച് ഞങ്ങളെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. മാത്രമല്ല ഫോൺ മൊത്തം ഇപ്പം കൊറിയർ അയച്ച് വീട്ടിൽ കൊടുക്കാനാണ് അവർ പറയുന്നത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ധാരാളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമാണ് തെലങ്കാന. എന്താണ് ഈ കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നത്? രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? ഗൂഗിൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമീപനമാണ് ഈ പറഞ്ഞ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുമായാലും ഈ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഏറെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം, അത്രയധികം ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ സമീപിക്കുന്നത്. അവർ പറയുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ വന്ന്, അതായത് അവർ ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കകം തന്നെ ഇവരെ വാർഡുകളിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു ദിവസം പോലും അവധി എടുക്കാൻ സമ്മതിക്കാതെ പൂർണ്ണമായും തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജോലിക്ക് മാത്രമായി നിയോഗിക്കുന്നു. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവധിയെടുക്കാൻ സമ്മതിക്കാറില്ല. അത്ര മോശമായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഈ കോളേജിന്റെയും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഫോൺ ഇവർ സാധാരണ രീതിയിൽ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ ഏകദേശം നിരവധി ഫോണുകൾ ഈ വിദ്യാർത്ഥികളോട് നഷ്ടപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ രീതിയിലുള്ള കുറച്ചുകൂടി പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശമായ സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും, ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഇന്റേണൽ മാർക്കും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പരീക്ഷകൾക്ക് മാർക്ക് കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. 4-ാം വർഷം, അതായത് നിലവിൽ കോഴ്സ് കഴിഞ്ഞ ആളുകൾ പോലും അവിടെയുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകൾ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ അവിടെ തന്നെ നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുന്ന ഒരു സമീപനമാണ് എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വളരെ കഷ്ടപ്പെട്ട, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ആ കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെട്ടത്. ശരി മനേഷ്, ഏതായാലും മുതിർന്ന കുട്ടികളാണ്. അവരുടെ ഫോൺ അടക്കം പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കോളേജ് മാനേജ്മെന്റ്. തെലങ്കാനയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.